നമസ്കാരം. ഒരു ഫ്ലെക്സ് ബോർഡ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പരയാണ് പിന്നീട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകത്തിലേക്ക് നയിച്ചത്. കല്യോട്ടെ സ്കൂളിന് സമീപം സ്ഥാപിച്ചിരുന്ന കുഞ്ഞിരാമൻ MLA ഒരു ഫ്ലെക്സ് തകർത്തതുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് CPM പ്രവർത്തകർ തിരികെ അവരുടെ നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഇങ്ങനെ ഈ ആക്രമണ പരമ്പര നീണ്ടു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഒടുവിലാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും അതിക്രൂരമായ രീതിയിൽ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാം, TP ചന്ദ്രശേഖരനെ 51 വെട്ടിയാണ് അദ്ദേഹത്തെ വകവരുത്തിയത് എങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ രണ്ടുപേരെയും ഇവർ അതിഭീകരമായ രീതിയിൽ കൊലപാതകം നടത്തിയത്. രണ്ട് ചെറുപ്പക്കാരാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അത്രയും ക്രൂരമായിട്ടായിരുന്നു ഇവർക്ക് നേരെ അക്രമികൾ ആക്രമണം നടത്തിയത്. 2019 ഫെബ്രുവരി 17 രാത്രിയായിരുന്നു ശരത്ലാലും കൃപേഷും ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തി ഇവർ ആക്രമിച്ചത്. അതിഭീകരമായ രീതിയിലായിരുന്നു ഇവർക്ക് നേരെ ആക്രമണം നടന്നത്. ഇവർ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ജീപ്പിലെത്തിയ ഒരു സംഘമാണ് ഇവർ ബൈക്ക് ഇടിച്ചിട്ടതിന് ശേഷം ആക്രമിക്കാൻ തുടങ്ങിയത്. കൃപേഷിൻ്റെ തലയിൽ മഴ പോലുള്ള ആയുധത്തിൻ്റെ വെട്ടേറ്റ് 13 സെൻറ്റിമീറ്റർ ആഴത്തിലാണ് മുറിവേറ്റത്. തലച്ചോർ പിളർന്നിരുന്നു. ശരീരത്തിൽ വാളുപയോഗിച്ചുള്ള വെട്ടുമുണ്ട്. ശരത്ലാലിൻ്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 20 വെട്ടുകളാണ് ഏറ്റത്. പകുതിയിലധികവും കാൽമുട്ടിന് താഴെ. മൂർച്ചയേറിയ വാളുപയോഗിച്ച് നെറ്റിയിൽ വെട്ടിയതിനാൽ 23 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പരുക്കും മഴ പോലെ കനമുള്ള ആയുധത്താൽ വലത് ചെവി മുതൽ കഴുത്ത് വരെയുള്ള ആഴത്തിലുള്ള ഒരു മുറിവും കാണപ്പെടുന്നുണ്ടായിരുന്നു. എത്ര ക്രൂരമായിട്ടാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും ഇവർ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. TP ചന്ദ്രശേഖരനും ഇതുപോലെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തെയും അക്രമികൾ വാഹനത്തിലെത്തി ഇടിച്ചിട്ടതിന് ശേഷം ക്രൂരമായി ആക്രമിച്ചത്. അന്നും പാർട്ടി ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ്. എന്നാൽ പിന്നീട് കേസിലെ പ്രതികളെല്ലാം തന്നെ അന്ന് പിടിയിലായി കഴിഞ്ഞപ്പോഴും അവർക്ക് വേണ്ടി നടന്നത് CPM തന്നെയായിരുന്നു. ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾക്ക് വേണ്ടി വ്യാപകമായ തോതിൽ അവർ കേസ് നടത്തുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തിയിരുന്നു. വിദേശത്തുനിന്ന് പോലും ഇതിനായി ധനസഹായം സ്വീകരിച്ചിരുന്നു എന്നൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഉത്തര മലബാറിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പണ്ട് വളരെ വ്യാപകമായിരുന്നുവെങ്കിലും കുറേ വർഷങ്ങളായി ഇതധികം കൊലപാതകങ്ങൾ അത്തരത്തിൽ നടന്നിരുന്നില്ല. എങ്കിലും TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം മലബാർ മേഖലയിൽ പൊതുവെ പ്രതികൾ പിടിയിലായതോടുകൂടി സമാധാനം കൈവന്നിരുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും അവരെല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കൊലപാതകം നടന്ന രണ്ട് ചെറുപ്പക്കാരെയും ഇത്രയും ക്രൂരമായ രീതിയിൽ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഇവരിൽ പലർക്കും പരോൾ അനുവദിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതുപോലെ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഈ കേസിലെ പ്രതികളും ഒരുപക്ഷെ ജയിലിലെത്തിയാൽ അവർക്കും അവിടെ TP കേസിലെ പ്രതികൾക്ക് ലഭിച്ചതുപോലെയുള്ള VIP പരിഗണന ലഭിക്കുമോ എന്നുള്ള ആശങ്കയിൽ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുള്ളത്.